നമ്മളെല്ലാവരും ഈ വാർത്തകളിൽ ഏറ്റവും അധികം ശ്രദ്ധയോടെ ഇന്നും ഇന്നലെയുമായി ശ്രദ്ധയോടെ കാത്തിരുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പ്രതി പിടിക്കപ്പെട്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ചോദ്യമായിരുന്നു. അതാണിപ്പോൾ കാണുന്നത്. പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമരയെ കണ്ടെത്തിയിരിക്കുന്നു. മാട്ടായിൽ കണ്ടെത്തി എന്നുള്ള വിവരമാണ് വരുന്നത്. നെന്മാറ സ്റ്റേഷന് 5 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള സ്ഥലമാണ്. റൈറ്റ്. കുട്ടികൾ കണ്ടു എന്നാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് തിരയുന്നു. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ഇടയിൽ തന്നെ പല ഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങളെയൊക്കെ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരച്ചിലിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നേരത്തെ പാലക്കാട്ട് കണ്ടു, അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിൽ കണ്ടു എന്ന തെറ്റായ വിവരങ്ങളുമൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ അവിടെയുമൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന വിവരം കുറേ കൂടി വ്യക്തതയുള്ളതാണ് എന്ന് പൊതുവെ കരുതുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചെന്താമരയാണോ എന്ന് ഈ കുട്ടികൾ, കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ചോദിച്ചപ്പോൾ അയാൾ ഓടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നു. ചുറ്റുവട്ടത്തെ CCTV ദൃശ്യങ്ങളുമൊക്കെ പോലീസ് തിരയുന്നു എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. സച്ചിനാണ് അവിടെ അക്കാര്യങ്ങൾ നോക്കുന്നത്. ചെന്താമരയെ മാട്ടായിൽ കണ്ടു എന്നാണ് വരുന്ന വിവരം. സച്ചിൻ, വളരെ വേഗം ഞാൻ ഈ ചർച്ചയിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് സച്ചിനിലേക്കൊന്ന് പോകാം. സച്ചിൻ, ഞാൻ അതിൻ്റെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഏതാണ്ട് ഉറപ്പിക്കാവുന്ന നിലയിലാണോ ചെന്താമര പ്രതി, ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര അവിടെയുണ്ട്? 2019 മറ്റൊരു കൊലക്കേസിലെ പ്രതിയുമാണ്. മാട്ടായിലുണ്ട് എന്നാണോ പോലീസ് ഉറപ്പിച്ചു പറയുന്നത്? നിലവിൽ ഒരു സൂചനയാണ് ലഭിച്ചത്. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വ്യാപകമായി, ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ചെന്താമരയോട് സാദൃശ്യമുള്ള ഒരാളെ ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് മാട്ടായിയുടെ, അതായത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ് മാട്ടായി. അതിനാൽ തന്നെ ഈ CCTV ദൃശ്യങ്ങളടക്കം ഇദ്ദേഹമാണോ എന്ന്, ചെന്താമരയാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുള്ളതിനാൽ അതൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ പോലീസിന്റെ ഉദ്ദേശം എപ്പോഴാണ് ഈ വിവരം പോലീസിലേക്ക് എത്തുന്നത് അറിയാമോ സച്ചിൻ? 1 മണിക്കൂറിനുള്ളിലാണ് ഇത്തരത്തിൽ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മേഖലയിൽ മുഴുവൻ പോലീസ് സേനാംഗങ്ങളെയും വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരത്, ഏതായാലും അവിടേക്ക് കൂടുതൽ പോലീസും മറ്റും പോയിട്ടുണ്ട്. മാട്ടായി ആ ഭാഗത്ത് നിന്ന് കുട്ടികൾ ചെന്താമരയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ടെലിവിഷനിലും മറ്റും കണ്ട ചിത്രങ്ങളിൽ നിന്നായിരിക്കും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയത് അല്ലേ? അത് കണ്ടപ്പോൾ ആ ചോദ്യം വന്നു. അപ്പോൾ അവിടെ വെച്ച് കണ്ടയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പോലീസും നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം TV-യിലും പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ മുഖസാദൃശ്യം കണ്ട് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ചെന്താമരയാണോ എന്ന് ചോദിക്കുകയും അദ്ദേഹം ഓടി മറിയുകയും ചെയ്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ശരത്, ചെന്താമര മാട്ടായിൽ എന്നാണ് ഈ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ചെന്താമരയെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. നെന്മാറയിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അകലെയാണ്. പോലീസ് ആ ഭാഗത്തേക്ക് കൂടുതലായി എത്തിയിട്ടുണ്ട്. തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നു. ഏതായാലും വരുന്ന മുറയ്ക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഈ ചർച്ചയ്ക്കിടയിലൂടെ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്.